സോ നമ്മൾ ബേസിക് ആയിട്ട് സ്കൂളിൽ പോകുമ്പോൾ വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പിന്നെ കഴിച്ച് നമ്മൾ എല്ലാ സാധനങ്ങളും കുന്നംകുളത്ത് നിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. നല്ല അഫോർഡബിൾ റേറ്റിനായിരുന്നു നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിയത്. സോ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമ്മുടെ ബാഗ് നമുക്ക് നോക്കാം. ബാഗിൻ്റെ കവറിലുള്ള സാധനങ്ങൾ നോക്കാം. സോ ഇതാണ് ബാഗിൻ്റെ ഒരു വലിയൊരു കവറ്. ഇതിലെനിക്കിരിക്കാൻ പറ്റും. സോ ഗൈസ് ഒന്ന് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ബാഗ്. ഇത് എൻ്റെ ബാഗാണ്. ശരിക്കും കടയിൽ നിന്ന് വാങ്ങണം എത്ര റിച്ചിന് ബാഗ് കുറച്ചാണ് വാങ്ങിച്ചത്. പിന്നെ വീട്ടിലെന്തെങ്കിലും എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോറാക്കിയപ്പോൾ റിച്ച് എടുക്കുന്നത് പറഞ്ഞു. സോ കണ്ട ഗൈസ് ബ്ലാക്ക്. അപ്പോൾ ഈ ബാഗിൽ ഞങ്ങൾക്ക് പപ്പക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അഡിഡാസിൻ്റെ ആയിട്ടാണ് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മിക്ക ബാഗും 4 ഞാൻ അഡിഡാസിൻ്റെ ബാഗിൽ ഉപയോഗിച്ചിരുന്നു. സോ അപ്പോൾ ഫസ്റ്റ് ബാഗ് എന്നാണ് കേട്ടോ ഗൈസ്. ഇതാണെങ്കിൽ ഇതിൽ എത്ര 1 2 3 4 സിപ്പുണ്ട്. അത്യാവശ്യം സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലഞ്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് വെക്കാം. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും കൊടയോ നോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. സെറ്റാണ്. നല്ല സ്പേസി ആണ് കേട്ടോ. നമുക്ക് നല്ല അതിലേക്ക് അതേ സെയിം ടൈപ്പ് തന്നെയാണ് ഇത്. ബ്ലൂ കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തുറന്നും കാണിക്കണ്ടല്ലോ, അത് കണ്ടല്ലോ നിങ്ങൾ വെറുതെ ബോളടിപ്പിക്കുന്നില്ല. സോ സെയിം ബാഗ് തന്നെയായിരുന്നു. ബാഗ് നിങ്ങളുടെ എത്തിയിട്ടുള്ളത്. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളത്. അപ്പോൾ ഇത് രണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാണോ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. സോ പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇതെന്താ ട്രാൻസ്പെറൻറ്റിൻ്റെ പൗച്ചാണ്. റിച്ചുവിൻ്റെ എൻ്റെത് വേറെതാണ്. സോ ഇതാണ്. ഇതിലും അത്യാവശ്യം നല്ല സ്പേസിയാണ്. ഈ പേപ്പർ മറ്റേ കാണാൻ പറ്റില്ല. ഇത് കൂട്ടോ ഇല്ലല്ലേ? കണ്ടോ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ 2 ആൾ വൈരച്ച് വാങ്ങണ്ട വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ കുറച്ച് മാറിക്കൊണ്ടാവും. കണ്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ഇത് തുറന്ന് നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കവർ ജസ്റ്റ് പൊട്ടിക്കുന്നു. ജസ്റ്റ് അത്യാവശ്യം പൊട്ടിക്കുന്നു. അതൊക്കെ നിങ്ങളൊക്കെ ക്ഷമിക്കാം. ഓക്കെ. 1 by 1 ആയിട്ട് തന്നെ ഇതിൽ നിന്ന് കാണിച്ചുതരാം. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇത് എൻ്റെ ബണ്ണാണ്. ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സ്കൂളിൽ പോകുമ്പോൾ. സുഖം കുറച്ച് എത്ര 30 ബണ്ണും 15 സെറ്റായിട്ടാണ് ഉള്ളത്. ഇവർ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാണിച്ചെന്നുള്ളൂ. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ പൗച്ച്. അപ്പോൾ വിചാരിക്കും അവളെന്ത് ഇങ്ങനത്തെ പൗച്ച് വാങ്ങിച്ച്, അവൾ നല്ല അടിപൊളി പൗച്ച് വാങ്ങിച്ച്, ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയില്ല ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി പോലെ കണ്ടോ. ഇതൊരു എന്താ പറയുക, നമ്മൾ ഈ ബാഗി പാൻസിൻ്റെ പോക്കറ്റ് പോലത്തെ ഒരു പോക്കറ്റ് ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ എടുത്തു. ഒരു ജീൻസ് പാൻറ്റിൻ്റെ ഒക്കെ പോലത്തെ ഇതിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഞാൻ അങ്ങനത്തെ 2 സിപ്പുള്ള വാങ്ങാണ്ടല്ല കേട്ടോ. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് സ്കെയില് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എടുത്തു. അത്രയോളം. ഇത് കുറച്ച് എനിക്ക് ഫീൽ ചെയ്തത് ക്യൂട്ട് ആയിട്ട് കണ്ടോ. അതിൽ നല്ല മാച്ച് ഉണ്ട്. ഒരു ബ്ലാക്ക് പിങ്ക്. പിന്നെ നമുക്ക് പൗച്ച് ഇവിടെ വെക്കാം.
നെക്സ്റ്റ് ഇതിൽ മെയിനായിട്ട് അട്രാക്റ്റീവ് ഇസ് റിബൺ. നമ്മൾ റോളാണ് എപ്പോഴും വാങ്ങാറ്. ഇത് മൂന്നും എൻ്റെതാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെയാണ് ഇത് രണ്ടും. അപ്പോൾ പിന്നെ ഇത് എൻ്റെ JRCയുടെ റോൾ. ഇത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ റോൾ തന്നെയാണ് വാങ്ങിച്ചത്. അതിൽ വൈറ്റ് ഉണ്ട്. വൈറ്റ് ആണ് റിച്ചുവിൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ റിച്ചു അതെടുക്കുകയാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇത്. ബിക്കോസ് എനിക്ക് സൈഡ് ബാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ പാർക്കെടുക്കും. അപ്പം ഞാൻ എന്തെങ്കിലും അത് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ച് ഞാൻ 2 ഇത് ക്ലിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 2 വേറെ വേറെ ടൈപ്പാണ്. ലവും പിന്നെ ഒരു നോർമൽ ടൈപ്പ്. നിങ്ങൾക്ക് ചിലപ്പോൾ നോയ്സ് ഉണ്ടാവും. നല്ല ചൂടാണ്, കാരണം ഫാൻ ഇട്ടിട്ട് നോയ്സ് ഉണ്ടോ അറിയില്ല നമുക്ക്. സോ ഇനി നെക്സ്റ്റ് ഇതെന്താ ഉള്ളത്? പിന്നെ വാങ്ങിച്ചു കേട്ടോ ഗൈസ്, സ്റ്റൈൽ പിൻ. കണ്ടോ, ഇത് വാങ്ങിച്ചു. വലിയ തുറന്നൊന്നും കാണിക്കണമെന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയണ പോലെ തന്നെ അല്ലേ. ഇത് നമുക്ക് അത്യാവശ്യമാണ്. മദർസേക്ക് ആയാലും സ്കൂളിലേക്ക് എനിക്ക് ഇവിടെ ഇങ്ങനെ കുത്തണം, ഇവിടെ കുത്തണം, ബാക്കിലൊക്കെ കുത്തണം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പിന്നും വാങ്ങിച്ചു. പിന്നെ 2 ടൈപ്സ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ സ്ക്വൻറ്റീസ് വാങ്ങിച്ചു. 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നീ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ? അവളുടേത് അവൾ എടുത്തു വെച്ചു. ഞാൻ പിന്നെ ബാക്ക് ടു സ്കൂൾ എടുക്കാനുള്ള കാരണം ഞാൻ അടച്ചത് കയ്യിലൊരു തലയിലൊരു അങ്ങനെയാണ്. സോ ഇത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് സ്ക്വൻറ്റീസ്. റിച്ചുക്കാണ് ഗൈസ് പരാതി, തീരെ ആൾക്ക് സ്ക്വൻറ്റീസ് ഇല്ലാന്ന് വാങ്ങിച്ചു. ഞങ്ങളത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് 5 വൈറ്റ് ബൺസാണ്. അത് റിച്ചുവിനാണ്. പിന്നെ നമ്മൾ കടയിൽ പോയപ്പോൾ ഇത് സംഭവത്തിന് ഇത് വാങ്ങിച്ചു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് റിച്ച് ചോദിച്ചത് എനിക്ക് മുടി ഉണ്ടാക്കി കെട്ടി വെക്കാനെന്ന്. ഞങ്ങൾ മോഡലിൻ്റെ ഇടയിലേക്ക് അങ്ങനെയായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ റിച്ച് പറഞ്ഞാൽ എനിക്ക് മുടി ഉണ്ടാകും. അപ്പോൾ അവൾ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ കെട്ടും. അപ്പോൾ അതിന് ഞങ്ങൾ പറഞ്ഞു ഇത് വെച്ച് വന്നിട്ട് അല്ലാണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കുടില്ല. പിന്നെതാ വേറെ ഞാൻ പറഞ്ഞു പിന്നെ അതും വാങ്ങിച്ചു. അത് നമുക്ക് മദർസിൽ ഞങ്ങൾ കുത്തിയിട്ടാണ് പോകാറ്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യും. പിന്നെ പെന്ന് വാങ്ങിച്ചു. ലെക്സിയാണ് വാങ്ങിച്ചത്. ഇത് ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ല പപ്പ കൊണ്ടുവന്നിട്ടുള്ള പെന്നുകളും അവിടെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ലെക്സി നല്ല ഇഷ്ടമാണ്. കുറച്ച് സ്മൂത്താണല്ലോ. എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ലെക്സിനോട് നല്ല ഇഷ്ടമാണ്. സോ നമ്മളതും വാങ്ങിച്ചു. നമ്മുടെ സ്ഥലമല്ല ഗൈസ്, നമുക്ക് ഇടിക്ക് പറ്റാം. കാണില്ലേ അത്? ഉണ്ടോ? കാണുന്നുണ്ടോ അത് തന്നെ? കാണില്ല. ഓക്കെ. പിന്നെ നെയിം സ്ലിപ്പ് കയ്യിലിട്ട് വെച്ചിട്ട് കവർ മാറ്റി വെക്കാം. നെയിം സ്ലിപ്പ് 5 ഇതായിട്ട് 1 2 3 4 5 എല്ലാത്തിലും എന്തോ 16 അല്ലേ 16 വെച്ചിട്ടുണ്ട്. ഇതുള്ളതാണ്. അപ്പോൾ ടോട്ടലി 65. സോ നെയിം സ്ലിപ്പും 5 റോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കാം. എനിക്ക് നല്ല ഇങ്ങനെ നീറ്റായിട്ട് വെക്കാനാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കവർ എടുക്കാം അല്ലേ? നെക്സ്റ്റ് ഇതെടുക്കാം. ഇതും ഗ്ലാസ് അതെടുക്കാം. ഇതെടുക്കാം. അതെടുക്കാം. ഇതെടുക്കാം. മെച്ചം കിട്ടിയില്ല. അത് ലാസ്റ്റ് എടുക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് കയറിയ കട. അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബാഗ്. പിന്നെ ബാഗ് വന്നു ഗൈസ് നിങ്ങളുടെ മുമ്പിലേക്ക്. അതിനനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ബാഗ്, ഇത് വേറൊരു ബാഗ്. സൈഡ് ബാഗ്സ് ആണ്. ഇത് റിച്ച് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇത് വേറെ. ഇത് വേറെ നമ്മൾ
വിചാരിച്ചത് ഒരു ക്യൂട്ട് എസ്തറ്റിക് കളറായിട്ട് എടുക്കാനാണ്, ലൈറ്റ് പർപ്പിൾ. പിന്നെ മഴക്കുത്ത് വരും, അപ്പോൾ ഉമ്മച്ചിക്ക് പണി കിട്ടും. അതാണ് നമ്മളത് എടുത്തില്ല. ഇതിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതാ 2 സിബുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ഇതൊരു സാധനമാണ്. അതേപോലത്തെ സെയിം തന്നെ എടുത്തത്, ജസ്റ്റ് റൈറ്റിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് ഇവിടെ ഇങ്ങനെയായിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാഗ് കാണില്ല, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതും വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ കവറിൽ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ആ കവറിൽ വേറെ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഉള്ളതല്ല. അത് ബാക്ക് സ്കൂളിൽ പറ്റില്ല, അതും വെച്ചിട്ട് കാണാം. സോ പിന്നെ ഈ ഒരു കവർ, ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഫസ്റ്റ് ഇതിൽ കണ്ണായിട്ട് 1 by 1 ആയിട്ട് ഞാൻ A4 ഷീറ്റ്. ഇതിൽ 50 എണ്ണം ഉണ്ട് ഗൈസ്. A4 ഷീറ്റ് വാങ്ങിച്ചു. പിന്നെ ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ വിചാരിച്ചു. പിന്നെന്താ 2 റൈറ്റിംഗ് ബോർഡ് വാങ്ങിച്ചു. റൈറ്റിംഗ് ബോർഡ് വാങ്ങിച്ചു. തുറക്കണോ? വേണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെതാണത്. ഇത് റിച്ചുവിൻ്റെത്. എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. റെഡ് എടുക്കാൻ കാരണം ലൈറ്റ് കളേഴ്സ് ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതന്നെ. കാരണം അതിൽ ചേറായിക്കാനും പെട്ടെന്ന് അറിയിപ്പിക്കില്ല. ആകുമ്പോൾ അറിയിപ്പിക്കില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. അത് തുറന്നതിന് നല്ല ഭംഗിയാണ്. ഒരു ഗ്ലാസ് അങ്ങനെ പോലത്തെ നല്ല ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടാം കാണാനായിട്ട്. പിന്നെ നമ്മളെന്താ ഡെയിലി യൂസിന് സെപ്പൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ആളെടുത്ത് അത് റിച്ചുള്ളതാണ്. നിറച്ചു ഇങ്ങനത്തതാണ് വാങ്ങിച്ചത്. ക്യൂട്ടല്ല, ഡെയിലി യൂസിന് പറ്റിയതാണ്. അപ്പോൾ ഇത് കല്ലല്ല കേട്ടോ ഗൈസ്, ഞങ്ങൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഓരോല്ല എന്നാലും പറഞ്ഞത് എനിക്കറിയില്ല. ഓരോ പോലുണ്ടായിരുന്നു. സോ ഇതാണ് റിച്ച് വാങ്ങിച്ചത്. റിച്ചും അങ്ങനെ എല്ലാ പിന്നെ ഇത് എൻ്റെ സോ എൻ്റെ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഗൈസ് എന്നെ ചതിക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച പോലെ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, സിമ്പിൾ സെറ്റ് അങ്ങനെ. അപ്പോൾ അയ്യോ, നിങ്ങൾക്ക് ചെരുപ്പ് ആരുതാണ് ഇഷ്ടപ്പെട്ടത് അത് പറയാം. ചെരുപ്പ് 2 ആൾ വേറെ സൈസായ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് കാരണം നമുക്ക് അതിലൊന്ന് നിങ്ങൾ ക്ഷമിക്കാം. പിന്നെ ഇതിൽ കുറച്ച് ചെറിയ ചെറിയ സാധനം ഇതാ. ഇത് സോക്സ്. ഇത് തുറന്ന് കാണിക്കണമെന്നല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്ക് തുറന്നു വീഡിയോ കഴിഞ്ഞ് ഞാനത് എടുത്ത് വെക്കുന്നുണ്ടോ ഗൈസ്? അതാണ് ഇതങ്ങനെ തുറക്കാൻ പറ്റില്ല ഗൈസ്. എടുക്കാൻ പറ്റും, അത് ഞാൻ കാക്കണം. അത് എന്തൊക്കെ ആക്കണം. സോ ഇത് കറയാണോ? നമ്മളവിടെ വാങ്ങിക്കണതല്ല, പിന്നെ കുഴപ്പമില്ല. ഈ ഭാഗമല്ലേ ഇത് എനിക്ക് JRCക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, അല്ലാണ്ട് നമുക്ക് സ്കൂൾ ഷൂ അല്ലല്ലോ. JRCക്ക് ഷൂ ആണ്. അത് വെച്ച് JRCയുടെ ഷൂ ആവണോ അതുണ്ട്, അങ്ങനെയുണ്ടോ. പിന്നെ ഞാനൊരു ലിബാം വാങ്ങിച്ചു. എൻ്റെ ഇപ്പോൾ ടോട്ടലി എത്ര ലിബാമോ ഗൈസ് ഉള്ളത്? എൻ്റെ ടോട്ടലി എത്ര ലിബാം എനിക്കറിയില്ല. ഇതും കൂടി ഒന്ന് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. അപ്പോൾ ഇതെന്താ മിലാക്കിൻ്റെ ചെറി ലിബാം SPF 15 ആൻഡ് ജ്യൂസി ലിപ്സ് 12 hours മോയ്സ്ചറൈസിങ് ആൻഡ് ട്രാൻസ്ലൂസൻറ്റ് കളർ ആൻഡ് ഷൈൻ. അപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ ബേബി ലിപ്സ് ആയിരുന്നു, ബേബി ലിപ്സിൻ്റെ ലിബാം പറയുന്നത്. അപ്പോൾ അതായിരുന്നു
കടയിൽ അതില്ല. ഇതിന് 50 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ആ കടയിൽ അതില്ല. സോ അപ്പോൾ നമ്മളത് വാങ്ങിച്ചില്ല. പകരം വെച്ച് ഇത് വാങ്ങിച്ചു കാരണം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു. ആൻഡ് ബേബി ലിപ്സ് എൻ്റെ ആൻറ്റി വാങ്ങിച്ചതാണ് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് 50 റുപ്പീസാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് നല്ലതായിരുന്നു. ബിക്കോസ് SPF 50 ഉണ്ട് അതിൽ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഗ്ലിസറിൻ. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എനിക്കറിയുന്നറിയില്ല. എൻ്റെ മാമയുടെ വൈഫാണ് പറഞ്ഞത് ഗ്ലിസറിൻ നല്ലതാണ്. നമ്മൾ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യില്ലേ, നമ്മുടെ മേക്കപ്പ് ഫേസിലൊക്കെ കുരുവും അതുപോലെ ലിപ്സിലൊക്കെ തേക്കാൻ പറ്റില്ല. കുരൊന്നും വരാണ്ടിരിക്കാൻ പറ്റും ഗ്ലിസറിൻ തേക്കും. ദീദി എപ്പോഴും ഗ്ലിസറിൻ തേക്കാറുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെന്താ, പിന്നെ റോസ്മേരി എന്ന് പറഞ്ഞത് പെട്ടെന്ന് വായാൽ റോസ് വാട്ടർ. ഇതും നല്ലതാണ്. ഇത് തുറന്നെന്താണെന്ന് എനിക്കറിയാം. അയ്യോ ഇത് റോസ് വാട്ടർ ഇതും നല്ലതാണ്. ഒരു നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. റോസ് വാട്ടർ വാങ്ങിച്ചു. പിന്നെ നമുക്ക് ഇപ്പം ഇനി കവറിലുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ബുക്സ്, നോട്ട് ബുക്സ് വാങ്ങിച്ചു. ആ ഒരു ഒട്ടേന്നാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ ചാവക്കാട് ഈ ബുക്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഗൈസ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് നോട്ട് ബുക്സ് വേണമെന്നുള്ളൊരു ചാവക്കാടോ കുന്നംകുളത്തോ ഒക്കെയുള്ള ആൾക്കാർ കോപ്പാബിൽ പോവുക. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെയാണ് വാങ്ങിച്ചത്. എല്ലാ ടൈപ്പ് ഓഫ് ബുക്സ് നമുക്കുണ്ട്. കസിൻസിനും ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ തന്നെയാണ് വാങ്ങിച്ചത്. നല്ല കസിൻസിൻ്റെ ഉമ്മച്ചേക്ക് ഇത്ര രൂപ ആയുള്ളൂ എന്നുണ്ട്. അപ്പോൾ അത്രയും അഫോർഡബിൾ ആണ്. പിന്നെ ഇതാ ഈ ഒരു പാക്കറ്റിൽ ഉള്ളതാണ്. ഇതാ ഇത് എല്ലാം റിച്ചുണ്ട്. ഇത് ഫുള്ളായിട്ട് എൻ്റെതാണ്. ഇത് റിച്ചുണ്ട്. അപ്പോൾ ഇത്ര ബുക്ക് പിന്നെ ഞാൻ കാണിക്കണ്ടല്ലോ ഗൈസ്. പിന്നെ കാണിച്ച് എനിക്കിതിങ്ങനെ കെട്ടാനൊന്നും പറ്റില്ല. പിന്നെ ബുക്ക് അവിടെ ഇവിടെ കഴിക്കും. കാരണം ബുക്ക് നോർമലി ഉള്ള പോലെ തന്നെ ഉള്ളൊരു ബുക്ക് തന്നെയാണ് കേട്ടോ ഗൈസ്. 200 പേജിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബുക്കും ഉണ്ട്. പിന്നെ ഇതെല്ലാം ചൊട്ടിടണ്ടേ നമുക്ക്. അത് കാരണം നമ്മൾ ബ്രൗൺ പേപ്പർ വാങ്ങിച്ചു. 2 റോൾ വാങ്ങിച്ച്. ഒരു റോൾ അവിടെ ഉണ്ട്. നമ്മൾ മദർസേക്ക് 2 റോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എക്സ്ട്രാ വന്നത് അവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ ഇതും നമ്മൾ കൊപ്പാബിൽ തന്നെയല്ലേ വാങ്ങിച്ചത്. ഇതും കൊപ്പാബിൽ തന്നെയാണ് വാങ്ങിച്ചത്. ആൻഡ് ഇങ്ങനെ നമുക്ക് സ്കൂൾ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലൈക്ക് ഗ്ലൂ, കളർ പേപ്പർ അങ്ങനത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്കൂൾ തുറന്നിട്ട് വാങ്ങാം. കാരണം ഹാഫിലൊക്കെ എത്തുമ്പോഴേ നീഡിൽ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് എടുക്കുള്ളൂ. സോ അത് കാരണം ഞാൻ എന്നെ ഞാൻ പറഞ്ഞ് അത് ഹാഫാകുമ്പോൾ വെച്ചാൽ മതി. കാരണം എനിക്ക് വലിയ അതിങ്ങനെ തപ്പി നടക്കാൻ. അതാണ് സത്യം. ഇപ്പോൾ ഇതാ 2 ബ്രൗൺ പേപ്പർ വാങ്ങിച്ചു. ആൻഡ് എല്ലാം കഴിഞ്ഞില്ലേ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കാണിച്ചു കൊടുക്കുക 1 by 1. ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ഫുൾ ടോട്ടലി സ്കൂൾ ഷോപ്പിംഗ്. സോ നല്ലൊരു അടിപൊളി ഷോപ്പിംഗ് തന്നെയായിരുന്നു. എല്ലാം സ്കൂളിലേക്ക് വാങ്ങേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ലഞ്ച് ബോക്സ്, മറ്റേ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ 5th ഞാൻ പഠിക്കുന്ന സമയത്ത് ഹാഫ് ആയപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ ഗൈസ്. അയ്യോ എൻ്റെ ബോട്ടിലവളെടുത്തു ഗൈസ്. എൻ്റെ ബോട്ടിലവളെടുത്ത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് വെള്ളം കുടിക്കാം. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഷോപ്പിംഗ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിലേക്ക് മെയിനായിട്ട് വാങ്ങിച്ചത്, നിങ്ങളെ സ്കൂൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഇതാണ് ഈ സാധനങ്ങളാണ് നമ്മുടെ ഫുൾ സ്കൂൾ ഷോപ്പിംഗ്. നമ്മളെല്ലാ സാധനങ്ങളും ഒന്നുപോലെ വേറെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചിട്ടില്ല. കുന്നംകുളത്ത് സ്ട്രീറ്റ് നമുക്കറിയില്ല, കുന്നംകുളത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഇതൊക്കെ
വേറെ സ്ഥലത്തൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. സോ നിങ്ങളും കുന്നംകുളത്ത് നിന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് കുന്നംകുളത്ത് നിന്ന് വാങ്ങാം. സോ അപ്പോൾ ഇത്രയുള്ളൂ. സോ ബൈ.